ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അസീസ് ട്യൂട്ടോറിയൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം ഏതാണെന്നൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ബഹുഭുജങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ്. ബഹുഭുജങ്ങൾ എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ബഹുഭുജം എന്ന് പറഞ്ഞു, അതിന്റെ അകക്കോൺ എന്താണ്, അകക്കോണുകളുടെ തുക എന്താണ് എന്ന് പറഞ്ഞു, പിന്നെ പുറം കോൺ എന്താണ് എന്ന് പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് പുറം കോണുകളുടെ തുക. ഒരു ബഹുഭുജത്തിലെ പുറം കോണുകളുടെ തുക എന്തായിരിക്കും എന്നുള്ളതാണ്. അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും തരുന്നില്ല, ഞാൻ കൂടുതൽ വിശദീകരണമൊന്നും തരുന്നില്ല. ഒരു ബഹുഭുജത്തിലെ പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അത് ഏത് ബഹുഭുജമായാലും, അതായത് ഇപ്പൊ ത്രികോണമായാലും നമുക്ക് അറിയുന്നത് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ ത്രികോണമായാലും, റെക്റ്റാങ്കിൾ ആയാലും, അല്ലെങ്കിൽ എന്താ പറയാ ചതുരമായാലും, അതേപോലെ പഞ്ചഭുജമായാലും ഒക്കെ, പഞ്ചഭുജമായാലും അല്ലെങ്കിൽ പിന്നെ എന്താണ് ഷഡ്ഭുജമായാലും, ഏതിന്റെ ആയാലും പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതെങ്ങനെയാണ് നോക്കാൻ നമ്മൾ, അതായത് ഇപ്പൊ ഒരു ത്രികോണത്തിന് 3 പുറം കോണുകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 3 കോണുകൾ, 3 രേഖകളിൽ നിന്നായിട്ട് 3 പുറം കോണുകളാണ് പറഞ്ഞിരിക്കുന്നത്. ആ 3 പുറം കോണുകളും ഇവിടെ എത്രയായിരിക്കും? ടോട്ടൽ 180 ഡിഗ്രിയാണ്. ഇവിടെ ടോട്ടൽ ഇവിടെയും 180 ഡിഗ്രിയാണ്. ഇവിടെയും ടോട്ടൽ 180 ആണ്. അതായത് ഒരു അകംകോണും ഒരു പുറം കോണും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക അതൊരു രേഖീയ ജോഡിയാണ്. അത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 3 × 180 ആണ് ടോട്ടൽ അകംകോണും പുറം കോണും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് അല്ലെ. 3 180 ഇല്ലേ? അപ്പൊ അത് എത്രയാണ്? 540 ആണ്. പക്ഷെങ്കിൽ നമുക്കറിയാം എന്താണ്, ഒരു ത്രികോണത്തിലെ അകക്കോണുകളുടെ തുക എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പൊ അത് നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്ത് വരും? 360 വരും. ആ 360 ആണ് പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത്. ബാക്കി 360 ആണ്. ഇത് ഞാനിപ്പോ പറഞ്ഞത് ത്രികോണത്തിന്റെ കേസാണ്. പക്ഷെ ഞാൻ പറഞ്ഞു എല്ലാ ബഹുഭുജങ്ങൾക്കും എന്താണ്? 360 ആണ് പുറം കോണുകളുടെ തുക എന്ന്. അത് നമ്മൾ എങ്ങനെ നോക്കും? ഇനിയിപ്പം ഒരു ചതുർഭുജം എടുക്കുകയാണെങ്കിൽ, ഒരു ചതുർഭുജം എന്ന് പറയുന്നത് ചതുരം ഒരു ചതുർഭുജമാണ്, എന്താണ് സ്ക്വയർ ഒരു ചതുർഭുജമാണ്. അപ്പൊ അതിന്റെ പുറം കോൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ 180 വരും. ഇവിടെ അകക്കോണുകളുടെയും പുറം കോണുകളുടെയും തുക 180 വരും. ഇവിടെയും 180 വരും. ഇവിടെയും 180 വരും. 4 × 180 ആണ് അവിടെ വരുന്നത്. 4 × 180 എന്ന് പറയുമ്പോൾ എത്രയാണ്? 720 വരും. ആ 720-ൽ നിന്നും ഇതിന്റെ അകക്കോണുകളുടെ തുക എത്രയാണ്? ഒരു ചതുരത്തിന്റെ അല്ലെങ്കിൽ ഒരു ചതുർഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ആണ്. ആ 360 നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പുറം കോണുകളുടെ തുക മാത്രം കിട്ടും. അത് എന്ന് പറയുന്നത് 360 ആയിരിക്കും. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ഒരു ബഹുഭുജത്തിന്റെ പുറം കോണുകളുടെ തുക 360 ആണ്. അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് n-2 × 180 ഡിഗ്രിയാണ്. പേജ് നമ്പർ 54-ലെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഇത് വെച്ചിട്ടുള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രോബ്ലം ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 18 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളെല്ലാം തുല്യമാണ്. ഓരോ പുറം കോണും എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറയുന്നത് എത്രയാ പറഞ്ഞിരിക്കുന്നത്? 18 വശങ്ങളാണ്. 18 വശങ്ങളുള്ള ഒരു ബഹുഭുജം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പേജ് നമ്പർ 54 ആണ് ഇത്. 54-ലുള്ള പ്രോബ്ലംസ് ആണ്. അപ്പൊ എന്താണ്? ഓരോ പുറം കോണും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ പുറം കോണുകളുടെ തുക നമുക്കറിയാം. അപ്പൊ പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? തുക എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ 360 ഡിഗ്രി 18 വശങ്ങളുടെ 18 വശത്തിലുള്ള പുറം കോണുകൾക്കായിട്ടും വീതിച്ചു കൊടുക്കണം. അപ്പൊ ഒരു പുറം കോണ് എന്ന് പറയുന്നത് ഒരു പുറം കോണിന്റെ അളവ് എത്രയായിരിക്കും? 360/18. എങ്ങനെയാ ഹരിക്കുക? 18-ല് എത്ര പ്രാവശ്യമാണ്?
ഒറ്റയടിക്ക് നോക്കാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, 360നെ 18 കൊണ്ട് ഹരിക്കാന്ന് പറയുന്നതും അറിയില്ല. പിന്നെ ഇങ്ങനെ ഒറ്റയടിക്ക് 18 കൊണ്ട് ഹരിക്കാനും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, 2 കൊണ്ട് ആദ്യം നോക്കാം. മേലെയും താഴെ അംശവും ഛേദവും 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണോ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ നോക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 3 കൊണ്ട് ഹരിക്കാം, 2 കൊണ്ട് ഹരിക്കാം, ഏത് കൊണ്ട് വേണമെങ്കിലും ഹരിക്കാം. 3 കൊണ്ടാകുമ്പോൾ 1 3 3, 2 3 6, ഇവിടെ 0 തന്നെ ഉണ്ടാവും. ഇവിടെ ആണെങ്കിൽ 6 3 18, 120/6 ഉണ്ടാവും. ഇനി 120/6 എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇനി നമുക്കിതിനെ 1 6 6 12. അപ്പം 20 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ എന്താണ് പുറംകോണിന്റെ അളവ് എന്നാണ് ഈ 18 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ ഓരോ പുറംകോണിന്റെ അളവ് 20 ആയിരിക്കും. അപ്പോഴല്ലേ 18 × 2 360 കിട്ടാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? 18 വശങ്ങളിലെ. ഇനി അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 18 വശമുള്ള ബഹുഭുജം വരച്ച് കാണിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ആ 18 വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ ഓരോ വശത്തിലും 20 ഡിഗ്രി അളവായിരിക്കും ഓരോ പുറംകോണും. അപ്പൊ എല്ലാ കോണുകളും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോ കോണും 20 തന്നെ ആയിരിക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് PQRS എന്ന ചതുർഭുജത്തിൽ PQRS എന്നീ വശങ്ങൾ സമാന്തരമാണ്. ചതുർഭുജത്തിന്റെ എല്ലാ കോണുകളും പുറംകോണുകളും കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അകക്കോണുകളും കണ്ടുപിടിക്കണം, പുറംകോണുകളും കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് ഒരു 50 ഡിഗ്രി 50 തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ 110 തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? പേര് മാത്രമാണ് തന്നിട്ടുള്ളത്. PQRS എന്നുള്ള പേര് മാത്രം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? എങ്ങനെയാണ് അകക്കോണ് കണ്ടുപിടിക്കുക? എങ്ങനെയാണ് പുറംകോണ് കണ്ടുപിടിക്കുക? അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പൊ ആദ്യം നമ്മള് ഇവിടെ ഓരോന്നിന്റെയും ഇവിടെ നമുക്ക് പുറംകോണ് കണ്ടുപിടിക്കാം. എന്താണ്? ടോട്ടൽ 180 ആയതുകൊണ്ട് ഇവിടെ 50 ആയിരിക്കുമ്പോൾ ഇവിടെ എത്രയായിരിക്കും? 130 ആയിരിക്കും. 130 + 50 ആണ് 180. ഇനി അതേപോലെ ഇവിടെ 110 ആയിരിക്കുമ്പോൾ ഇവിടെ എത്രയായിരിക്കും? 70. 110 + 70 180. ഇനി എന്താ വേണ്ടത് നമ്മളോട്? ഇനി ഇവിടെയുള്ള അകക്കോണും ഇവിടെയുള്ള പുറംകോണും വേണം. ഇവിടെയുള്ള അകക്കോണും ഇവിടെയുള്ള പുറംകോണും വേണം. വേറെ എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ക്വസ്റ്റ്യൻ എപ്പോഴും നന്നായിട്ട് വായിക്കണം. എന്താ ക്ലൂ തന്നിരിക്കുന്നത്? PQRS എന്നീ വശങ്ങൾ സമാന്തരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. PQRS എന്നീ വശങ്ങൾ സമാന്തരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് സമാന്തര രേഖകളെ ഒരു രേഖ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന ആംഗിളുകൾ ഈ ആംഗിളും തുല്യമായിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനാണ് ഇപ്പോൾ ഇവിടെ നമുക്കൊരു സമാന്തര രേഖ എന്നുള്ള ക്ലൂ തന്നിരിക്കുന്നത്. സമാന്തര രേഖയില് ഒരു AB എന്ന് ഇവിടെ ഇപ്പൊ നമ്മള് PS എന്ന് പറയുന്നത് SR, ഇവിടെ PQSR എന്നീ രേഖയെ ഇതാണ് ഈ P. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു M എന്നുള്ള പേര് കൊടുക്കുകയാണെങ്കിൽ PM എന്നുള്ള രേഖ കട്ട് ചെയ്യാണ്. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും തുല്യമായിരിക്കും. അവിടെ രണ്ടിടത്തുള്ള കോണുകൾ തുല്യമാണ്. അപ്പൊ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെയും 50 ആയിരിക്കും. അങ്ങനെ അവിടെ 50 ആയിരിക്കും, ഇവിടെ എത്രയായിരിക്കും? 130 ആയിരിക്കും. സെയിം കേസ് തന്നെയാണ് ഇവിടെ. ഇവിടെ ഇങ്ങനെ രേഖ വരുമ്പോ ഇവിടെ ഉള്ളത് എന്താണോ അതായിരിക്കും ഇവിടെ വരെ. ഇതും സമാന്തര രേഖയെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. സമാന്തര രേഖയെ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്രം ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു രണ്ട് സമാന്തര രേഖകളെ ഇവിടെ വെച്ച് ഈ രേഖ കട്ട് ചെയ്യണം. അപ്പൊ ഇവിടെയുള്ള ആംഗിളും തുല്യമായിരിക്കും. ഇവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 110 ആയതുകൊണ്ട് ഇവിടെ 110 ആയിരിക്കും. അങ്ങനെ ആകുമ്പോ ഇവിടെ 70 ആയിരിക്കും. ഇനി എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ? നമ്മള് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ടോട്ടൽ ആഡ് ചെയ്ത് നോക്കിയാൽ എത്ര വരും? 180 180. ഇവിടെ 130 + 50 180 വരും. പ്ലസ് 110 + 70 180 വരും. ടോട്ടൽ 360 വരും. അതേപോലെ തന്നെയാണ് പുറത്തും ടോട്ടൽ 360 വരും. അപ്പൊ ക്ലിയർ ആണല്ലോ? ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണമെങ്കിൽ എന്താ എഴുതാ? കൺസിഡർ
എന്താണ് PQRS എന്ന ചതുർഭുജം എടുക്കുമ്പോൾ PQ പാരലൽ ടു RS ആണ്. ആംഗിൾ P is equal to 50 ആയതുകൊണ്ട് തന്നെ എന്താണ് എസിലുള്ള പുറം കോണ് എസിലെ പുറം കോൺ എത്രയായിരിക്കും 50 ഡിഗ്രി ആയിരിക്കും. അതേപോലെ കോൺ പിയിലെ പുറം കോണ് എത്രയായിരിക്കും അറ്റ് പി അല്ലെങ്കിൽ കോൺ പിയിൽ എന്ന് പറയുന്നത് 130 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഓരോ സ്ഥലത്തേതും എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാം. എസിലെ പുറം കോൺ 50 ഡിഗ്രിയാണ്. എന്തുകൊണ്ടാണ് PQ എന്ന് പാരലൽ ടു RS ആയതുകൊണ്ട്, രണ്ടും സമാന്തര രേഖകളായതുകൊണ്ട്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ചതുർഭുജം വരച്ച് ഏതെങ്കിലും രണ്ട് മൂലകളിലെ പുറംകോണുകൾ അടയാളപ്പെടുത്തുക. ഇവയുടെ തുകയും മറ്റേ രണ്ട് മൂലകളിലെ അകക്കോണുകളുടെ തുകയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ചതുർഭുജം വരയ്ക്കാൻ ചതുർഭുജം വരച്ചു. പിന്നെന്താ പറഞ്ഞത്? ഏതെങ്കിലും രണ്ട് മൂലകളിലെ പുറംകോണുകൾ അടയാളപ്പെടുത്തുക. ഞാനിപ്പോ ഇവിടെയും ഒരു പുറംകോണ് അടയാളപ്പെടുത്താണ്, ഇവിടെയും ഇവിടെയും. ഓക്കെ, രണ്ട് പുറംകോണുകൾ അടയാളപ്പെടുത്തി. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി മറ്റു രണ്ട് മൂലകളിലെ അകക്കോണുകളുടെ തുകയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. ഇതാണ് മറ്റു രണ്ട് അകക്കോണുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം തന്നെ ഇതിനൊരു പേര് കൊടുത്തു. ABCD എന്ന് പറയുന്ന ചതുർഭുജത്തിന് പേര് കൊടുത്തു. ഇവിടെ ഞാൻ EF എന്നും എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി നമ്മൾ ആംഗിൾ എന്താണ് ABCDയുടെ ആംഗിൾ എന്ന് പറയുന്നത് A ആയിട്ടും ഇവിടെ B ആയിട്ടും എടുക്കാം. ഇനി നമ്മളോട് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഇവിടെയുള്ള ആംഗിളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇവിടെ അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. എന്തൊക്കെ അറിയാം നമുക്ക്? ഇത് ടോട്ടൽ എത്രയാണ്? 360 ആണ്. അതുകൊണ്ട് A+B എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഇത് രണ്ടും 180 ആണ്. അതേപോലെ ഇത് 180 ആയിരിക്കും. ഒരു അകക്കോണും ഒരു പുറംകോണും 180 ആയിരിക്കും. അതൊക്കെ നമ്മൾ എഴുതി വെക്കാം. എന്തൊക്കെ എഴുതി വെക്കാം? ആംഗിൾ DCF പ്ലസ് ആംഗിൾ DCB is equal to 180 അല്ലെ? DCFും DCBയും കൂടെ 180 ആണ്. ഇനി അടുത്തതാണെങ്കിലോ, ഇവിടെയാണെങ്കിലോ ആംഗിൾ CBE പ്ലസ് ആംഗിൾ CBA is equal to 180. അതും നമുക്കറിയാം. ഇനി നമുക്കറിയുന്ന വേറൊരു കാര്യം എന്താണ്? ഈ നാലെണ്ണം കൂടെ, അതായത് ഇവിടെയുള്ള ആംഗിൾ BA ആണ്, അളവ് A ആണ്, ഇവിടെ B ആണ്, പ്ലസ് ആംഗിൾ CBA പ്ലസ് ആംഗിൾ ഏതാണ്? BCD. ആംഗിൾ BCD is equal to 360. ഏതാണ്? CBA എന്ന് പറഞ്ഞാൽ ABC എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ആംഗിൾ ആണ്. അത് പ്ലസ് BCD എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ ആണ്. അതൊക്കെ കൂടെ കൂട്ടിയാൽ 360 ആണ്. AB എന്നുള്ളത് ഞാൻ ഇവിടെയുള്ള വാല്യൂസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ആംഗിൾ CBA പ്ലസ് ആംഗിൾ BCD is equal to 360 മൈനസ് A പ്ലസ് B ആണെന്ന് പറയാം. ഇതൊരു ഇക്വേഷൻ ആണ്. ഇനി രണ്ടാമത് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, മൊത്തത്തിലൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ DCF പ്ലസ് ആംഗിൾ DCB പ്ലസ് ആംഗിൾ CBE പ്ലസ് ആംഗിൾ CBA is equal to 360 ആണല്ലോ. രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന രണ്ട് പുറംകോണുകളുടെ തുക, ഇവിടെയുള്ള പുറംകോണും ഇവിടെയുള്ള പുറംകോണിന്റെ തുക എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാം? ആംഗിൾ DCF പ്ലസ് ആംഗിൾ CBE is equal to നമുക്ക് ഇതിൽ എന്ത് പറയാം? ആംഗിൾ DCF പ്ലസ് ആംഗിൾ CBE എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? 360 മൈനസ് എന്താണ്?
ആംഗിൾ ഡി സി ബി മൈനസ് ആംഗിൾ സി ബി എ. ആംഗിൾ ഡി സി ബി എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്, ബി സി ഡി അല്ലെ, സി തന്നെയാണ് ബി സി ഡി എന്ന് പറയുന്നത്. ബി സി ഡി എന്ന് പറയുന്നത് ഡി സി ബി എന്ന് പറയുന്നതും ഒരേ കോണാണ്. ആംഗിൾ സി ബി എ എന്ന് പറയുന്നത് തന്നെയാണ്, സി ബി എ എന്ന് പറയുന്നത് തന്നെയാണ് ആംഗിൾ എ ബി സി അതേപോലെ. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് കിട്ടിയിട്ടുണ്ട്, അതിനെ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊണ്ടുവിടാം. അപ്പൊ എന്ത് ചെയ്യും, 360 മൈനസ് ഇവിടെ 360 മൈനസ് എ പ്ലസ് മൈനസ് ഓഫ് എ പ്ലസ് ബി ആണ്. അപ്പൊ 360 മൈനസ് 360 മൈനസ് ഓഫ് എ പ്ലസ് ബി എന്നുള്ളത് ഇവിടെ മൈനസ് എ മൈനസ് ബി ആണ്. അത് ഈക്വൽ ടു 360 മൈനസ് 360. ഈ മൈനസ് രണ്ടിനും കോമൺ അല്ലേ, ഇവിടെയുള്ള മൈനസ് 360 എന്ന് പറയുന്നത്. അപ്പോ ഇതിന് 360 മൈനസ് മൈനസ് പ്ലസ് എ മൈനസ് മൈനസ് പ്ലസ് ബി വരും. അപ്പൊ ഇവിടെ 360 മൈനസ് 360 എന്ന് വരുമ്പോ എ പ്ലസ് ബി എന്ന് കിട്ടും. അപ്പൊ രണ്ട് പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത് രണ്ട് അകക്കോണുകളുടെ തുകയായിട്ട് കിട്ടും. ഒക്കെയാണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഏതൊക്കെയാണ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ആദ്യം നമുക്ക് അറിയുന്ന കാര്യം, എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ചെയ്യാം, എന്നിട്ട് പിന്നെ നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ആദ്യം തന്നെ നമുക്ക് എന്ത് എഴുതാം, ഡി സി എഫ് പ്ലസ് ബി സി ഇ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ആ ഡി സി എഫ് പ്ലസ് ബി സി ഇ എന്ന് പറയുന്നത് എന്താണ്, സി ബി ഇ എന്ന് പറയുന്നത് എന്താണ്, ഡി സി എഫ് എന്ന് പറയുന്നത് 180 മൈനസ് അങ്ങനെ വെച്ചിട്ട് എഴുതാം. ഇങ്ങനെ എഴുതുന്നതിന് പകരം 180 മൈനസ് ഡി സി ബി ആണ്. അതേപോലെ സി ബി എന്ന് പറയുന്നത് 180 മൈനസ് എ ബി സി ആണ്. പിന്നെ അത് എന്ന് പറയുന്നത് എന്താണ്, എ ബി സിയും ബി സി ഡി എന്ന് പറയുന്നത് എന്താണ്, 360 നിന്നുള്ള മൈനസ് ചെയ്തതാണ്. എങ്ങനെ ചെയ്താലും ആൻസർ ഇത് തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. കോണുകളെല്ലാം തുല്യമായ ഒരു ബഹുഭുജത്തിന്റെ ഒരു ബാഹ്യകോൺ ബഹുഭുജത്തിന്റെ ഒരു അകക്കോണിന്റെ 2 മടങ്ങാണ്. അതിലെ ഓരോ കോണും എത്ര ഡിഗ്രിയാണ്, അതിന് എത്ര വശങ്ങളുണ്ട് ഇതാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, കോണുകളെല്ലാം തുല്യമായ ഒരു ബഹുഭുജം, എല്ലാ കോണുകളും തുല്യമായ ഒരു ബഹുഭുജം, അതിന്റെ ഒരു ബാഹ്യകോൺ എന്ന് പറയുന്നത് ബഹുഭുജത്തിന്റെ ഒരു അകക്കോണിന്റെ 2 മടങ്ങാണ്. അപ്പൊ ഇത് നമ്മള് മുമ്പ് പഠിച്ച സമവാക്യങ്ങൾ എന്നുള്ള സംഭവം യൂസ് ചെയ്തിട്ട് ചെയ്യാനുള്ളതാണ്. അതായത് നമുക്ക് തന്നിട്ടില്ല, എന്തെങ്കിൽ അകക്കോണ് തരണം, അല്ലെങ്കിൽ എത്ര വശങ്ങളുണ്ട് എന്ന് തരണം, ഒന്നും തന്നിട്ടില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു അകക്കോണിന്റെ 2 മടങ്ങാണ് പുറംകോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, അകക്കോൺ എന്ന് പറയുന്നത് എന്താണ്, നമുക്കിവിടെ അകക്കോൺ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ പുറംകോൺ എന്തായിരിക്കും, അകക്കോണിന്റെ 2 മടങ്ങാണ് പുറംകോൺ, 2x ആയിരിക്കും പുറംകോൺ. ഇനി നമുക്ക് എന്താ അറിയുന്നത്, എക്സ് പ്ലസ് 2x എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഒരു അകക്കോണും ഒരു പുറംകോണും കൂടെ ആഡ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുക, 180 ഡിഗ്രി ആയിരിക്കും. 3x is equal to 180. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 180/3 is equal to 60. അപ്പൊ ഒരു അകക്കോണിന്റെ അളവ് 60 ആണെങ്കിൽ പുറംകോണിന്റെ അളവ് എന്താണ്, ബാഹ്യകോണം എന്ന് പറയുന്നതും പുറംകോൺ എന്ന് പറയുന്നതും തുല്യമാണ്. അപ്പൊ പുറംകോൺ എന്ന് പറയുന്നത് 120 ആണ്. ഓക്കെ, അപ്പൊ പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്, അതിൽ ഓരോ കോണും എത്ര ഡിഗ്രിയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്, അതിന് എത്ര വശങ്ങളുണ്ട് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 360 ആണ് ടോട്ടൽ എന്തെന്ന് നമുക്കറിയാം, പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത്, ഒരു പുറംകോണിന്റെ അളവ് നമുക്ക് കിട്ടി, എത്രയാണ്, 360 ഡിഗ്രി, 120 ഡിഗ്രി ആണെന്ന് കിട്ടി. എക്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 60. അപ്പൊ 2x ആണ് നമ്മുടെ പുറംകോൺ is equal to 120 കിട്ടി. അങ്ങനെ പുറംകോൺ 120 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത്, എത്ര വശങ്ങളുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര വശങ്ങളുണ്ടെന്ന് എങ്ങനെ അറിയാം, 360/120 ചെയ്താൽ പോരെ. ടോട്ടൽ എത്രയാണുള്ളത്, ടോട്ടൽ അകപ്പുറംകോൺ 360 ആണ്. ഒരു പുറംകോണിന്റെ അളവ് 120 ആണെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവും, 3 വശങ്ങൾ ഉണ്ടാവും അല്ലെ. 3 വശങ്ങളുള്ള ഒരു ബഹുഭുജമാണ്. 3 വശങ്ങളുള്ള ബഹുഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്, ത്രികോണാണ്. അതിൽ ഓരോ കോണ് എത്ര ഡിഗ്രി ആയിരിക്കും, 60 60 60 ആയിരിക്കും അകക്കോണ്, പുറംകോണ് 120 120 120. ഓക്കെ, ക്ലിയർ ആണല്ലോ.
സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ബഹുഭുജത്തിന്റെ പുറംകോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ്. ആ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? പുറംകോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ പകുതിയാണെങ്കിലോ തുകകൾ തുല്യമാണെങ്കിലോ? ഒരുപാട് 3 ക്വസ്റ്റ്യൻ ആയിട്ടാണുള്ളത്. ബഹുഭുജത്തിന്റെ പുറംകോണുകളുടെ തുകയാണ് പറഞ്ഞിരിക്കുന്നത്. അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുറംകോണുകളുടെ തുക എത്രയാണെന്ന് നമുക്കറിയാം, x ആണെന്ന് അറിയാം. ഇനി അകക്കോണുകളുടെ, അപ്പൊ എപ്പോഴും ഇങ്ങനെ എഴുതാം, അകക്കോണുകളുടെ തുക എന്ന് എഴുതാം, പുറംകോണുകളുടെ തുക എന്ന് എഴുതാം. എന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കാം. എന്നിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. തുക, തുകയാണ്. തുക വെച്ചിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പുറംകോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ്. അകക്കോണുകളുടെ തുകയാണ് നമ്മൾ x ആയിട്ട് എടുക്കുന്നതെങ്കിൽ പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത് അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ്. ആ ബഹുഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം. നമുക്ക് എന്തറിയാം? 2x എന്ന് പറയുന്നത് എത്രയായിരിക്കും? പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ആണ്. അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നത് 360/2 ആണ്. 2 ഹരിക്കുക എന്ന് പറയുമ്പോൾ 18 180 ആണ്. x എന്ന് പറയുന്നത് ഒരു അകക്കോണുകളുടെ തുക x ആണ്. അകക്കോണുകളുടെ തുകയാണ് കിട്ടിയിരിക്കുന്നത്. x എന്ന് പറയുന്നതാണ് അകക്കോണുകളുടെ തുക നമുക്ക് കിട്ടി. എന്ന് കിട്ടി. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ബഹുഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ടെന്നാണ് ചോദ്യം. വശങ്ങൾ ഉണ്ടെന്ന് എങ്ങനെയാ അറിയാം? ഒരു അകക്കോണിന്റെ അറിയെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുറംകോണിന്റെ അളവ് അറിയാമെങ്കിൽ നമുക്ക് പുറംകോണുകളുടെ തുക വെച്ചിട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് ഒരു പുറംകോണിന്റെ അളവ് അറിയില്ല, ഒരു അകക്കോണിന്റെ അളവും അറിയില്ല. അപ്പൊ നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താണ്? തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ -2 × 180 = 180 ആണ്. അങ്ങനെയാണെങ്കിൽ n-2 = 180/180 = 1. n = 1 + 2 = 3. അപ്പൊ 3 വശങ്ങളുള്ള എന്താണ് ഒരു ബഹുഭുജത്തിന്റെ പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത് അകക്കോണുകളുടെ തുകയുടെ 3 ഇരട്ടിയാണ്. 180 ആണ്. പിന്നെ എന്താണ്? 2 ഇരട്ടിയാണ്. എത്ര വശമുണ്ട്? 3 വശമുണ്ട്. ഇനി എന്താ നമ്മൾ ചോദിക്കുന്നത്? പുറംകോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ പകുതിയാണെങ്കിലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പുറംകോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ പകുതിയാണെങ്കിലോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ ആവുമ്പോൾ നമ്മൾ അകക്കോണുകളുടെ തുക x ആയിട്ട് എടുക്കും. പകുതി എന്ന് പറയുമ്പോൾ x/2 ആയിരിക്കും. അപ്പൊ x/2 എന്ന് പറയുന്നത് 360 ആണ്. അങ്ങനെയാണെങ്കിൽ x = എന്ന് വരും? ഇവിടെ ഹരിക്കണം എന്നാവുമ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഗുണിക്കണം എന്നാവും. 360 × 2 720 വരും. ഇനി അകക്കോണുകളുടെ തുക അപ്പൊ എന്താണ്? 720 ആണ് ഇവിടെ കിട്ടുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അകക്കോണുകളുടെ തുക അപ്പൊ 720 കിട്ടുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ n-2 × 180 = 720 വരും. n-2 = 720/180 കട്ട് ചെയ്ത് പോവും. പിന്നെ ഒറ്റയടിക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇവിടെ ഇപ്പൊ 4 നാട് വരിക. അറിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 കൊണ്ട് ചെയ്യാം. 3 2 6 12 6 2 12 9 2 18 4 9 4 36 4 വരും. n = 4 + 2 = 6. n-2 ആണ് 4 വരുന്നത്. അപ്പൊ n = 4 + 2 6. 6 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെതാണ് ഈ അകക്കോണുകളുടെ തുക പുറംകോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ പകുതിയാകുന്നത്. ഇനിയോ തുകകൾ തുല്യമാണെങ്കിലോ എന്ന് വെച്ചാൽ x = ഇവിടെ മൂന്നാമത്തെ കേസ് x ഇതും x ആണെങ്കിൽ x = 360 ആണ്. ഇവിടെ അപ്പം 720 പകരം n-2 ക്ലിയർ ആവുന്നുണ്ടല്ലോ എഴുതുന്നത്. n-2 × 180 = 360 വരും. 360 വരും. അങ്ങനെ ആവുമ്പോൾ n-2 = 360/180 = 2 വരും. n = എന്ത് വരും? 2 + 2 4 വരും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ?
തുക തുല്യമാണോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്നാലും ഒന്ന് ചെയ്ത് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാൻ ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. വീണ്ടും കാണുന്നവരെ അതുവരേക്കും ബൈ ബൈ.